നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകരും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, പെരുന്നാളിന് നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. അവർ ഗലീലായിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇവിടെ പെസഹ പെരുന്നാളിൻ്റെ കാര്യമാണ് പറയുന്നത്. പെസഹ പെരുന്നാളിൽ നമസ്കരിക്കാൻ ആളുകൾ വന്നിരിക്കുകയാണ്. യഹൂദന്മാരാണ് വാസ്തവത്തിൽ വരുന്നത്. 7 പെരുന്നാളുകളാണുള്ളത്. ആ 7 പെരുന്നാളും യെരൂശലേമിൽ വന്ന് വേണം ആചരിക്കാൻ. പക്ഷെ 3 പ്രാവശ്യം വന്നാൽ മതി. 1-ാം മാസം 3 പെരുന്നാൾ: പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യബലി പെരുന്നാൾ. 3-ാം മാസം 1 പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. 7-ാം മാസം 3 പെരുന്നാൾ: കാഹളപ്പെരുന്നാൾ, മഹാപരിയാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. അപ്പം ഇതിൽ പെസഹ പെരുന്നാൾ 1-ാം മാസമാണ്. ആ 1-ാം മാസത്തെ പെരുന്നാളിന് വന്ന ആളുകളിൽ ചില യവനന്മാരുണ്ടായിരുന്നു. യവനന്മാർ എന്ന് പറയുന്നത് പ്രജാതികളുടെ കാര്യമായിട്ട് എടുക്കാം. കാരണം യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിരിപ്പീനെന്ന് കുരുതിലേഖനത്തിലുണ്ട്. അപ്പോൾ യവനന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പ്രജാതികളുടെ കാര്യമാണ്. ഈ യെരൂശലേമിലെ ദേവാലയത്തിൽ പ്രജാതികൾക്ക് ഒരു പ്രാകാരം ഉണ്ടായിരുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ മാത്രം, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ, അതിൻ്റെ പ്രാകാരത്തിൽ ലേവ്യരായിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ട് യാഗപീഠത്തിലും പിത്തർതൊട്ടിയിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഔട്ടറായിട്ടുള്ള സ്ഥലത്ത് യഹൂദന്മാർ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ജാതികളുടെ ഒരു പ്രാകാരം ഉണ്ടായിരുന്നു. യഹൂദ മതാനുസാരികൾ എന്ന് പറയാം. അതായത് യഹൂദന്മാരുടെ ദൈവവും യഹൂദന്മാരുടെ ആരാധന ശരിയാണ്, ന്യായപ്രമാണം ശരിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ. അവർ വന്നാൽ അവർക്ക് വളരെ അടുത്തൊന്നും വരാൻ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് നിൽക്കാനൊരു സ്ഥലമുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ അടുക്ക് വരികയാണ്. പെസഹ പെരുന്നാൾ അബിമാസം 14-ാം തീയതിയാണ്. പക്ഷേ അവർ നേരത്തെ വന്നു. അതുകൊണ്ട് അവർ യേശുവിനെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചു. കാരണം ഇതിനോടകം അവിടെ നടന്ന ലാസറിനെ ഉയർപ്പിച്ച കാര്യങ്ങളും അതുപോലെ കഴുതപ്പുറത്ത് യേശു സഞ്ചരിച്ചപ്പോൾ ആളുകൾ ഹോശന്ന എന്ന് പറഞ്ഞ് യേശുവിനെ അംഗീകരിച്ച കാര്യവും ഒക്കെ അവർ കേട്ടു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ആയിരിക്കും. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെങ്കിൽ യഹൂദനെ മാത്രമല്ലല്ലോ, പ്രജാതികളെയും അംഗീകരിക്കുമല്ലോ, ശമര്യരെയും അംഗീകരിക്കുമല്ലോ. ശമര്യ സ്ത്രീ അങ്ങനെ പറഞ്ഞല്ലോ, മശിഹ വരുമ്പോൾ ഞങ്ങളോടും പറയും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവം മനുഷ്യനാകുമ്പോൾ പ്രജാതികൾക്കും വിടുതലുണ്ടാകും, സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ആണെങ്കിൽ നമുക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവർ വരികയാണ്. അവർ വന്ന് ആദ്യം യേശുവിൻ്റെ ഒരു അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന്. അവരുടെ ധാരണ അവർക്ക് നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ യേശു അവരെ ഓടിക്കും. കാരണം യേശു യഹൂദന്മാരുടെ നേതാവല്ലേ. പക്ഷേ യേശുവിന് അവർ നേരിട്ട് യേശുവിൻ്റെ അടുക്ക് ചെല്ലാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വന്ന് എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമാണെന്ന് പറഞ്ഞപ്പോൾ യേശു സൗഖ്യം നൽകിയതല്ലേ. തീർച്ചയായിട്ടും യേശു ദൈവമായ യേശുവിന് ജാതി വ്യത്യാസമില്ലായിരുന്നു. പക്ഷെ അവർ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു. ഫിലിപ്പോസ് അന്ത്രയോസിനെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ
ഇവരെ കൊണ്ടുവന്നു. അപ്പോൾ യേശു പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കണ്ടെത്തും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ തീർച്ചയായിട്ടും അതിനെ 100 മടങ്ങായിട്ട് അവർക്ക് കിട്ടാനിടയായിത്തീരും. ഗോതമ്പ് മണിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ കെട്ടുപോകും. എന്നാൽ അത് നിലത്ത് വീണ് അത് കിളിർക്കാനിടയായാൽ അത് ധാരാളം മണികൾ നൽകാനിടയാകും. പിന്നെ യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ഇടയായാൽ, എന്നെ സേവിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ അനുസരിക്കാൻ ഇടയായാൽ അവർ എന്നോട് കൂടെ ഇരിക്കും, പിതാവ് അവരെ മാനിക്കും. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തിൽ ചെന്നാൽ യഹൂദന്മാരായ സാധാരണക്കാർ നിൽക്കുന്ന പ്രാകാരത്തിലൊന്നും അവർക്ക് പ്രവേശനമില്ല. വളരെ ദൂരെ നിന്ന് അവർക്ക് ആ യാഗപീഠം കാണാനല്ലാതെ, പിച്ചള തൊട്ടി കാണാനല്ലാതെ അവർക്ക് അടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ യേശു പറയുകയാണ്, എന്നെ രക്ഷകനായി സ്വീകരിച്ചാൽ, എനിക്ക് വേണ്ടി നിന്നയും പരിഹാസവും അപമാനവും ഏൽക്കാൻ തയ്യാറായാൽ, ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുന്നത് പോലെ ഒരവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫലമുള്ളവരാകും എന്ന് മാത്രമല്ല, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്നോട് കൂടെ ഇരിക്കും. എൻ്റെ പിതാവ് നിങ്ങളെ മാനിക്കും. അതാണ്, നിങ്ങൾക്കൊരിക്കലും ദൂരെ മാറി നിൽക്കേണ്ടി വരികയില്ല എന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വന്നത് എല്ലാവരും രക്ഷിക്കാനാണ്. യോഹന്നാൻ സുവിശേഷം 1:12 നാം വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകും. യഹൂദന്മാർക്ക് മാത്രമല്ല, പുറജാതികൾക്കും, അടിമകൾക്കും, രോഗികൾക്കും, കൊലപ്പുള്ളികൾക്കും, വ്യഭിചാരികൾക്കും, മോഷ്ടാക്കൾക്കും എന്ന് വേണ്ട, സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനും ഏറ്റവും അധപ്പതിച്ചവനും യേശുവിനെ കൈക്കൊള്ളുന്ന ഒറ്റ കാരണത്താൽ മാന്യനായിട്ട് തീരാൻ സാധിക്കും. ഈ ഭൂമിയിലെ മാന്യത മാത്രമല്ല, ദൈവരാജ്യത്തിൽ കർത്താവിനോടൊപ്പം യഹൂദന്മാർക്ക് തുല്യം, അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർക്ക് തുല്യം ദൈവരാജ്യത്തിൽ ആനന്ദിക്കാനായി സാധിക്കും. ഇതാണ് യേശു യവനന്മാരോട് പറഞ്ഞത്. അതാണ് യേശു ഇന്ന് എല്ലാവരോടും തൻ്റെ സുവിശേഷത്തിലൂടെ പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട ദൈവരാജ്യത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. കർത്താവ് എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.